തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസ് 5-ാം അധ്യായം 8-ാം വാക്യം. അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരിക്കുന്നു. കല്ലറയിൽ നിന്ന് സ്വഭവനത്തിലേക്ക് സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞുവിടുന്ന ക്രിസ്തുവിൻ്റെ സൗഖ്യ അനുഭവമാണ് വേദവചനഭാഗം. മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ പലപ്പോഴും ലോകമൊരു ഭയത്തിൻ്റെ താഴ്വരയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയർ യുദ്ധഭീഷണികൾ, ഭീകരപ്രവർത്തനങ്ങളുടെ വ്യാപനം, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, അരാജകത്വങ്ങൾ, ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ ശ്രദ്ധേയങ്ങളാണ്. ചുരുക്കത്തിൽ നിഴലും വെളിച്ചവും കൂടിക്കലർന്ന ലോകമാണ് നമ്മുടെ ലോകം. ആകുലതകൾ നമ്മുടെ ആന്തരിക അന്ധകരായിട്ട് തീരരുത്. ഇരുട്ടിലാണ് നക്ഷത്രങ്ങൾ തെളിയുന്നത്. പ്രതിസന്ധികളിലും സാധ്യതകൾ കണ്ടെത്തുവാനും നിരാശയുടെ അന്തരീക്ഷത്തിലും പ്രത്യാശയുടെ തിരുനാളങ്ങൾ ദർശിക്കുവാനും നമുക്ക് കഴിയണം. വിശുദ്ധ മർക്കോസ് 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അശുദ്ധാത്മാക്കളുടെ മേൽ ക്രിസ്തുവിനുള്ള അധികാരത്തിൻ്റെ ശക്തിമത്തായ ഒരു ദൃഷ്ടാന്തമാണ് വിവരിച്ചിരിക്കുന്നത്. ഈ വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിൽ രൂപാന്തരത്തിൻ്റെ ആഘോഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് അഖില ലോക സഭാ കൗൺസിലിൻ്റെ ഒരു വർഷത്തെ ചിന്താവിഷയം ദൈവത്തിങ്കിലേക്ക് തിരിയുക, പ്രത്യാശയിൽ സന്തോഷിക്കുക എന്നതായിരുന്നു. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദ ധ്യാനഭാഗം ഈ ചിന്തയെ ആഴത്തിലും പരപ്പിലും വെളിപ്പെടുത്തുന്നതാണ്. ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ യേശുവിനെ സമീപിക്കുകയും രൂപാന്തരപ്പെട്ട വ്യക്തിയായി മാറുകയും ചെയ്യുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്ന ആ മനുഷ്യൻ പ്രത്യാശയിൽ സന്തോഷിക്കുകയും രൂപാന്തരപ്പെടലിലുള്ള സന്തോഷത്തിൻ്റെ പ്രത്യാശ നമുക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എത്ര വലിയ അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. യേശുവിങ്കിലേക്ക് അടുത്തു വരുന്നത് ഭൂതഗ്രസ്തൻ, സൗഖ്യം പ്രാപിച്ച് മടങ്ങുന്നത് ശാന്തശീലൻ. യേശുവിങ്കിലേക്ക് അടുത്തു വരുന്നത് കല്ലറവാസി, സൗഖ്യം പ്രാപിച്ച് മടങ്ങുന്നത് ഭവനവാസിയാകാൻ യോഗ്യതയുള്ളവൻ. യേശുവിങ്കിലേക്ക് അടുത്തു വരുന്നവൻ മടങ്ങിപ്പോകുന്നത് സ്വർഗീയ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പുതിയ സൃഷ്ടികളായിട്ടായിരിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി 2 തുള്ളി കണ്ണുനീരോടെ നാമും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ മനുഷ്യ ജീവിത അനുഭവങ്ങളിൽ എന്നെ വേട്ടയാടുന്ന ദുരാത്മാക്കളെ പൂർണ്ണമായി അവിടുന്ന് ഉച്ചാടനം ചെയ്യണമേ എന്ന്. പ്രിയമുള്ളവരെ, ഒന്നാമതായി അവൻ്റെ വാസം കല്ലറകളിലായിരുന്നു. കല്ലറ അന്ധകാരത്തിൻ്റെയും നിർജീവാവസ്ഥയുടെയും സങ്കേതമാണ്. ബന്ധങ്ങൾ അറ്റുപോയിരിക്കുന്ന ഇടമാണ്. സംവേദനങ്ങൾ അവിടെയില്ല. ഭൂതഗ്രസ്തൻ തന്നെ തന്നെ മുറിവേൽപ്പിക്കുവാനും സമൂഹത്തെ തന്നെ മുറിവേൽപ്പിക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ സമൂഹം അവനിൽ നിന്നും അവൻ സമൂഹത്തിൽ നിന്നും അന്യപ്പെട്ടിരിക്കുന്നു. ആരും അവനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചില്ല. അവൻ ആരെയും മനസ്സിലാക്കിയുമില്ല. ഭൂതഗ്രസ്തൻ മരിച്ചിട്ടില്ലായിരുന്നു, എന്നാൽ അവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ്. ഏകാന്തതയുടെ തടവറയിലായിരിക്കുന്നവൻ്റെ വ്യക്തിത്വം അപമാനീകരിക്കപ്പെട്ടതും തരം താഴ്ത്തപ്പെട്ടതുമായ ഒന്നായിരുന്നു. സമൂഹം അവനെ ഒരു ഭീകരനായി കണ്ടു. ഭൂതഗ്രസ്തൻ സമൂഹത്തിന് അപകടകാരിയായി തീർന്നവനുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു അവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, വിടുതലിൻ്റെ അനുഭവത്തിലേക്ക്, ആത്മനിറവിൻ്റെയും പ്രത്യാശയുടെയും അനുഭവത്തിലേക്കാണ് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ആത്മനാശത്തിൻ്റെ പാത വിട്ട്
രക്ഷയുടെ വഴിത്താരകളിലൂടെ അവൻ ആത്മനിറവോടുകൂടി അവൻ മടങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സമഗ്രത ക്രിസ്തുവിൽ മാത്രമാണ്. നാം അത് തിരിച്ചറിയണം. നമുക്ക് യഥാർത്ഥ ഐഡന്റിറ്റിയും യഥാർത്ഥ ഡിഗ്നിറ്റിയും തരുന്നത് ദൈവമാണ്. നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കാതെ, നാം ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാതെ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മോചനമില്ല. പ്രിയമുള്ളവരെ, അത് നാം തിരിച്ചറിയണം. പുതുക്കത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും മാനവീകരണത്തിൻ്റെയും വലിയ സാധ്യതകളാണ് ക്രിസ്തു ഇവിടെ വാഗ്ദത്തം ചെയ്യുന്നത്. പുതുജീവിതവും പുതു സന്ദേശവും സാക്ഷിക്കുവാനുള്ള ഒരു പുതിയ അനുഭവം ക്രിസ്തു നമുക്കിവിടെ നൽകുന്നുണ്ട്. സ്വയം നശിച്ചുകൊണ്ടിരുന്നവൻ മറ്റുള്ളവരെ കൂടി നേടുന്ന ഒരു മിഷണറി ആയിട്ട് അവൻ മാറുകയാണ്. നമുക്കും ഈ പുത്തൻ അനുഭവത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ഭവനത്തിൽ നിന്നും കല്ലറകളിലേക്ക് മനുഷ്യരെ ഓടിക്കുന്നവരായിട്ടല്ല, കല്ലറവാസികളായിരിക്കുന്നവരെ ഭവനവാസികളാക്കി തീർക്കുന്നവരായി നാം മാറണം. ക്രിസ്തുവിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. കല്ലറയെ അനാഥമാക്കി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് നമ്മെയും ഏത് സാഹചര്യത്തിലും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കെൽപ്പുള്ളവനാണ്. അവനാണ് ലോകരക്ഷകൻ. ഈ നോമ്പുകാലം അതിനായി നമുക്ക് വഴി തുറക്കാം. ദൈവസന്നിധിയിൽ മുട്ടുകുത്താം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ.